ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര എന്നുള്ള പേപ്പറിലെ ഗ്രൂപ്പ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിസൾട്ടാണ്. റിസൾട്ട് പറയുന്നത് ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ ഫോർ അപ് ടു ഐസോമോർഫിസം. അപ് ടു ഐസോമോർഫിസം ഫോർ ഓർഡറിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു ലെക്ചറിലൂടെ എയിം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എയിം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എത്ര ആൾക്കാരുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രൂപ്പ് തിയറിയുടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ ആവശ്യമുണ്ട്. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഡെഫിനിഷൻസ് നമുക്കറിയാമെങ്കിലും അതേപോലെ ഒരുപാട് റിസൾട്ട്സുകൾ നമുക്കറിയാമെങ്കിലും മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിലേക്ക്, നമുക്ക് ഈ ഒരു റിസൾട്ട്, നമ്മളുടെ എയിമായിട്ടുള്ള റിസൾട്ടിലേക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ബോർഡിലൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം. കുറച്ച് കാര്യങ്ങൾ റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 1, 2, 3 ഈ ഒരു സൈഡിലും 4, 5, 6 എന്നുള്ള രൂപത്തിൽ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റിസൾട്ടിലൂടെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവസാനം നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ ഫോർ അപ് ടു ഐസോമോർഫിസം എത്ര എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു സം നമ്പർ n ആണെങ്കിൽ ആ n ഓർഡറിൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട് അപ് ടു ഐസോമോർഫിസം. ഏതൊരു ഗ്രൂപ്പ് തന്നാലും ആ ഗ്രൂപ്പ് ഒന്നിക്കലോ എബിലിയൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, നോൺ എബിലിയൻ ആയിരിക്കും. അപ്പൊ ഗ്രൂപ്പിനെ നമുക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. എവരി ഗ്രൂപ്പ് ഈസ് എബിലിയൻ ഓർ നോൺ എബിലിയൻ. എബിലിയൻ എന്ന് പറഞ്ഞാൽ പരസ്പരം എല്ലാവരും തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യണം. നോൺ എബിലിയൻ എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവും കമ്മ്യൂട്ട് ചെയ്യാത്ത രൂപത്തിൽ. അപ്പൊ ഏതൊരു ഗ്രൂപ്പ് തന്നാലും ഒന്നിക്കലോ അയാൾ എബിലിയൻ ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ എന്തായിരിക്കും, നോൺ എബിലിയൻ ആയിരിക്കും. അപ്പൊ നമുക്ക് എത്ര എബിലിയൻ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നോക്കുക, എത്ര നോൺ എബിലിയൻ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നോക്കുക. രണ്ടും കൂടി സം ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ n കിട്ടും. ഇവിടെ നമുക്ക് n എന്നുള്ള നമ്പർ ആരാണ്? നമുക്ക് ഡിസ്കഷൻ വരുന്നത് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 4 ആണ്. therefore the given number n is here 4. ഫസ്റ്റ് റിസൾട്ട് നോക്കി. ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ തന്നിക്കണ്. ഗ്രൂപ്പിന്റെ ഓർഡർ എന്താണ്? n ആണ്. ഗ്രൂപ്പിന്റെ ഓർഡർ n ആകുന്ന സമയത്ത് നമ്മളൊരു റിസൾട്ട് പറയുന്നത് ദ നമ്പർ ഓഫ് എബിലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ n അപ് ടു ഐസോമോർഫിസം ഈസ് p of n1 into p of n2 into p of n3 etc. p of nk where n is equal to p1 power n1, p2 power n2, pk power nk. നമുക്ക് ആ റിസൾട്ടിലേക്കൊന്ന് വരാം. ഏതൊരു നമ്പർ n തന്നാലും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ഓർഡറിന് എന്താണെന്ന് അറിയാം, n ആണെന്ന് ഗിവൺ ആണെന്ന് അറിയാം. ഇവിടെ 4 ആണ്, നമ്മൾ ജനറൽ കേസ് n ആയിട്ട് പറയാണ്. ഏതൊരു നമ്പർ n നമുക്ക് അറിയാമെങ്കിലും ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിതമെറ്റിക്സ് വെച്ചിട്ട് നമുക്ക് അയാൾ എന്ത് ചെയ്യാം, p1 പവർ n1, p2 പവർ n2 എക്സെട്ര pk പവർ nk എന്നുള്ള രൂപത്തിൽ നമുക്ക് അയാൾ എന്ത് ചെയ്യാം, പാർട്ടീഷൻ ചെയ്യാം. പ്രൈംസിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. p1, p2 എക്സെട്ര pk എന്നുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആയിരിക്കും. p1 പവർ n1, p1 റിപ്പീറ്റിംഗ് n1 ടൈംസ് എക്സെട്ര pk പവർ nk, pk റിപ്പീറ്റിംഗ് nk ടൈംസ്. ഈ ഒരു രൂപത്തിൽ നമുക്ക് ഏതൊരു ഗിവൺ നമ്പർ തന്നാലും ഫണ്ടമെന്റൽ തിയറം വെച്ചിട്ട് ഈ ഒരു രൂപത്തിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എബിലിയൻ ഗ്രൂപ്പ്സ് കാണാനാണ് ഈ ഒരു റിസൾട്ട് പറയുന്നത്. റിസൾട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു p of n1 ഇൻറ്റു p of n2 ഇൻറ്റു p of n3 ഇൻറ്റു എക്സെട്ര p of nk. n1, n2 എക്സെട്ര nk എന്ന് പറഞ്ഞാൽ ഓരോ പ്രൈമിൻ്റെയും പവറിലുള്ള നമ്പേഴ്സ്, എത്ര പ്രൈംസ് വരുന്നുണ്ട് എന്നുള്ളതാണ് n1, n2 എക്സെട്ര nk ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് p of nk ഈസ് ദ നമ്പർ ഓഫ് പാർട്ടീഷൻസ് ഓഫ് nk എന്നുള്ള നമ്പറിന്റെ പാർട്ടീഷൻസ്. p of 2 എന്ന് പറഞ്ഞാൽ 2നെ എത്ര രൂപത്തിൽ പാർട്ടീഷൻ ചെയ്യാം, 2നെ നമുക്ക് സിംഗിൾ 2 ആയിട്ട് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1 + 1 ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഒരു പാർട്ടീഷൻ ഇവിടുന്നും വരും, ഇവിടുന്ന് ഒന്നും വരും. therefore p of 2 ഈസ് ഈക്വൽ ടു 2. ഈ ഒരു റിസൾട്ട് നമ്മൾ ഓൾറെഡി ഒരു സ്ലൈഡായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നു. നമ്പർ ഓഫ് എബിലിയൻ ഗ്രൂപ്പ്സ് കാണാൻ ഉള്ള ഒരു ഫോർമുല ആയിട്ട് നമ്മൾ p of n1, p of n2, p of n3 into p of nk where n is equal to p1 പവർ n1, p2 പവർ n2 എക്സെട്ര pk പവർ nk ആവുന്ന സമയത്തുള്ളത് ഒരു സ്ലൈഡായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നു. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സിൻ്റെതും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എബിലിയൻ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടും നമ്മൾ ഓൾറെഡി ഡിസ്കഷൻ നടത്തിയതാണ്. അതുകൊണ്ട് ആ ഒരു റിസൾട്ട്, ആ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കണ്ടാൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് മനസ്സിലാക്കാം. നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആരാണ്,
ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു 4 ആണ് നമുക്ക് തന്നത്. ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു 4 ആകുന്ന സമയത്ത് നമുക്ക് ജീനെ 4 എങ്ങനെ എഴുതാം? 2 × 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ. Therefore, here the number n is 2 square. Then the number of abelian groups of order n up to isomorphism is P of n1. ഇവിടെ n1ന്റെ സ്ഥാനത്ത് ആര് വരും? 2. ഇനി ആരില്ല? P of n2 എന്ന് പറയാൻ അടുത്തൊരു പാർട്ടീഷൻ ഇല്ല. ഓൾറെഡി ഒരു പാർട്ടീഷനേ ഉള്ളൂ. ഒരു P1ന്റെ പവറിൽ മാത്രമേ വരുന്നുള്ളൂ. Therefore, P of 2 is equal to P of 2 ഓൾറെഡി ഫൈൻഡ് ചെയ്തു. 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 1 എന്ന് എഴുതാം. 2 എന്ന് എഴുതാം. Therefore, the number of partitions of 2 is 2. Therefore, P of 2 is 2. Hence, we have concluded that the number of abelian groups of order 4 up to isomorphism is 2. ആരൊക്കെയാണ് ആ ഗ്രൂപ്പുകൾ വരിക? ഒന്ന് Z4. 4 ഓർഡറിലുള്ള Zn എന്നുള്ളൊരു ഗ്രൂപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. 0 മുതൽ n വരെ n-1 വരെ വരുന്ന ആൾക്കാർ. അടുത്തത് Z2 ക്രോസ് Z2. Z2ലെ എലമെന്റ്സ് 0 1 Z2 ഇവിടെയും 0 1 ഇവർ തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ ആരൊക്കെ എലമെന്റ്സ് വരും? 0 0 0 1 1 0 1 1. ടോട്ടലി 4 എലമെന്റ്സ് വരും. ഓരോ ആൾക്കാരും എന്താണ്? ഓർഡേർഡ് പെയർ ആണ്. Therefore, we have concluded that if order of G is equal to 4, then the number of abelian groups of order 4 is 2 up to isomorphism is 2, and that's the two groups are one is Z4 and another one is Z2 cross Z2. Therefore, our first conclusion is the number of abelian groups of order 4 up to isomorphism is 2, and the two groups are one is Z4 and another one is Z2 cross Z2. എന്തായി? ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾക്ക് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള നമ്പർ ഓഫ് എബിലിയൻ ഗ്രൂപ്പ്സ് എത്ര എന്ന് ചോദിച്ചാൽ അതിന് ആര് മാത്രം മതി? നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് റിസൾട്ട് മാത്രം മതി. ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു n ആണെങ്കിൽ ഈ റിസൾട്ട് എന്ത് തരുന്നുണ്ട്? നമ്പർ ഓഫ് എബിലിയൻ ഗ്രൂപ്പ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് തരുന്നുണ്ട്. ഇനി നമ്മളുടെ എയിം എന്താണ്? എത്ര നോൺ എബിലിയൻ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു 4 ആകുന്ന സമയത്ത് എത്ര നോൺ എബിലിയൻ ഗ്രൂപ്പ് ഉണ്ട് എന്നും കൂടി കിട്ടിയാൽ അവരെ ഈ കിട്ടിയ രണ്ടാൾക്കാർ ഇവിടെ ഒന്നും കിട്ടി, ടോട്ടലി 2 ആൾക്കാർ കിട്ടി, അവരിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ അവരും കൂടി ആഡ് ചെയ്താൽ നമ്മളുടെ അൾട്ടിമേറ്റ് റിസൾട്ട് ആയിട്ടുള്ള നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 4 അപ് ടു ഐസോമോർഫിസം എന്നുള്ളതിൻ്റെ റിസൾട്ടായി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അതിലൊന്നാമത്തെ റിസൾട്ട് പറയുന്നത് എച്ച് എന്നുള്ളത് ഒരു ഗിവൺ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പാണെന്ന് കരുതുക. ജി എന്നുള്ളൊരു ഗിവൺ ഗ്രൂപ്പ് ഉണ്ട്, എച്ച് അതിൻ്റെ സബ് ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ദ ഓർഡർ ഓഫ് സബ് ഗ്രൂപ്പ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. ഈ ഒരു തിയറത്തിന് നമ്മളൊരു പേര് വിളിക്കാറുണ്ട്. ഇറ്റ്സ് എ ഫേമസ് തിയറം ആൻഡ് ഇറ്റ് ഈസ് ലഗ്രാഞ്ച് തിയറം. ലഗ്രാഞ്ചസ് തിയറം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പ്സിൻ്റെയും സബ് ഗ്രൂപ്പിൻ്റെയും ഓർഡർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ലഗ്രാഞ്ചസ് തിയറം. ഏതൊരു സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറും എന്ത് ചെയ്യും? ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ഈ ഒരു റിസൾട്ട് നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ ജി എന്നുള്ള ഗ്രൂപ്പിൻ്റെ ഓർഡർ സം നമ്പർ 10 ആണെന്ന് കരുതുക. ഞാനൊരു ഗ്രൂപ്പ് എടുത്തു, ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ 10 ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് എന്നുള്ളത് ജിയുടെ സബ് ഗ്രൂപ്പ് ആണെന്ന് അസ്യൂം ചെയ്യാം. എച്ച് സബ് ഗ്രൂപ്പ് ആണെങ്കിൽ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ത് ചെയ്യണം? ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് വെച്ചിട്ട് 2 ഓർഡർ ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 10നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 2 എന്നുള്ള നമ്പർ 10നെ ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് ബൈ ലഗ്രാഞ്ചസ് തിയറം there may exist a subgroup of order 2, there may not exist a subgroup of order 2. ഒന്നിക്കലോ എക്സിസ്റ്റ് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യൂല, ചിലപ്പോൾ എക്സിസ്റ്റ് ചെയ്യാത്ത കേസും വരാം. പക്ഷെ നമുക്ക് ഗ്യാരണ്ടീഡ് അല്ല, ഒന്നിക്കലോ എക്സിസ്റ്റ് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. പക്ഷേ 3 എന്നുള്ള നമ്പർ എന്ത് ചെയ്യുന്നില്ല? 10നെ ഡിവൈഡ് ചെയ്യുന്നില്ല. 3 10നെ ഡിവൈഡ് ചെയ്യാത്തതുകൊണ്ട്
രണ്ടാമത്തെ റിസൾട്ട് ആയിട്ടുള്ള ലഗ്രാഞ്ചസ് തിയറം പ്രകാരം നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? 3 10നെ ഡിവൈഡ് ചെയ്യാത്തത് കാരണം 3 ഓർഡറിൽ 10 ഓർഡറിലുള്ള ഒരു ഗ്രൂപ്പിന് സബ് ഗ്രൂപ്പ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യൂല. There does not exist a subgroup of order 3 for any group of order 10. ഓർഡർ 10 ഉള്ള ഏതൊരു ഗ്രൂപ്പ് എടുത്താലും അയാൾക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യൂല? 3 ഓർഡറിലുള്ള സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യൂല. അപ്പോൾ ലഗ്രാഞ്ചസ് തിയറം പ്രകാരം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്തായേ പറ്റുള്ളൂ? ഇതിൻ്റെ ഡിവൈസേഴ്സ് ആയേ പറ്റുള്ളൂ. ഇതിൻ്റെ ഡിവൈസർ അല്ലാത്തൊരു നമ്പർ എടുക്കുമ്പോൾ അയാൾ ഡിവൈഡ് ചെയ്യൂല. അതുകൊണ്ട് ഡിവൈസേഴ്സിൻ്റെ ഓർഡറിൽ മാത്രമേ സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ എല്ലാ ഡിവൈസസിൻ്റെ ഓർഡറിലും എന്ത് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല? സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ഈസ് നോട്ട് ജനറലി ട്രൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കൗണ്ടർ എക്സാമ്പിൾക്ക് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ് ആ കൗണ്ടർ എക്സാമ്പിൾ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. Therefore, ഏതൊരു സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറും ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ഇനി മൂന്നാമത്തെ റിസൾട്ട്, ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു പി പവർ കെ വൈ ഈസ് പി സം പ്രൈം. പി എന്നുള്ളത് ഏതോ ഒരു പ്രൈമാണ്. ഓർഡർ ഓഫ് ജി പി പവർ കെ ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് പറയുന്നത് സെൻറ്റർ ഓഫ് ജി ഹാസ് മോർ ദാൻ 1 എലമെൻറ്റ്. ഞാനിവിടെ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെൻറ്റർ ഓഫ് ജി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെഡ് ഓഫ് ജി എന്ന് ഡിനോട്ട് ചെയ്യും. സെഡ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ ജിയിലുള്ള കുറച്ച് ആൾക്കാരാണ്. നമുക്കൊരു ഗ്രൂപ്പ് തരും. ആ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർ, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് ഈ ആളെ പ്രത്യേകത, നമ്മൾ ജിയിൽ ഒരാളെടുക്കുക, എ ബിലോങ്സ് ടു ജി. എ ക്യാൻ ബി എനി നമ്പർ. എക്സ് എ ഈക്വൽ ടു എ എക്സ് ഫോർ എവരി എ ബിലോങ്സ് ടു ജി. ഇതിൻ്റെ അർത്ഥം എന്താ? ജിയിലുള്ള എല്ലാ ആൾക്കാരേറ്റും കമ്മ്യൂട്ട് ചെയ്യാം. എക്സ് എ ഈക്വൽ ടു എ എക്സ് ആവണമെന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ളത് ജിയിലുള്ള എവരി എലമെന്റിനേറ്റ് എന്ത് ചെയ്യണം? കമ്മ്യൂട്ട് ചെയ്യണം. അത്തരത്തിലുള്ള കളക്ഷൻസ് ആണ് സെഡ് ഓഫ് ജിയിൽ വരുന്നത്. അപ്പോൾ സെഡ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യും സെഡ് ഓഫ് ജി ആൻഡ് ഈസ് സെൻറ്റർ ഓഫ് ദ ഗ്രൂപ്പ് ജി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് എക്സ് സാറ്റിസ്ഫൈങ് എക്സ് എ ഈക്വൽ ടു എ എക്സ് ഫോർ എവരി എ ബിലോങ്സ് ടു ജി. ജിയിലുള്ള എല്ലാവരേറ്റും കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് സെഡ് ഓഫ് ജി. ജി എന്നുള്ള ഗ്രൂപ്പ് എബിലിയൻ ആണെന്ന് അസ്യൂം ചെയ്യാം. ജി എന്നുള്ള ഗ്രൂപ്പ് എബിലിയൻ ആണെങ്കിൽ ജിയിലുള്ള എല്ലാവരും എന്ത് ചെയ്യും? പരസ്പരം കമ്മ്യൂട്ട് ചെയ്യും. ജിയിലുള്ള എല്ലാവരും പരസ്പരം കമ്മ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എക്സ് എ ഈക്വൽ ടു എ എക്സ് ആയിരിക്കും. ആകുന്ന എക്സുകളുടെ കളക്ഷനാണ്. അതിൽ ആരൊക്കെ വരും? എല്ലാ എക്സുകളും വരും. ദാറ്റ് മീൻസ് എല്ലാ എക്സുകളും വരും എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ സെറ്റ് ആരായിട്ട് മാറും? ജി ആയിട്ട് മാറും. Therefore, if G is abelian, then center of G is equal to G. സെൻറ്റർ ഓഫ് ജി എന്നുള്ള ഗ്രൂപ്പ് ജി ആയിരിക്കും. ജി എന്തായിരിക്കുമ്പോൾ? എബിലിയൻ ആയിരിക്കുമ്പോൾ. ഇവിടെ നമുക്ക് വന്നൊരു കേസ്, ഒരു റിസൾട്ട് പറഞ്ഞത് എന്താണ്? പി പവർ കെ ആണ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് ജി ഹാസ് മോർ ദാൻ 1 എലമെന്റ്. അതായത് സെൻറ്റർ ഓഫ് ജി എന്നുള്ളത് ആരായിട്ട് മാറൂല? ട്രിവിയൽ ആയിട്ട് മാറൂല. സെൻറ്റർ ഓഫ് ജി ഹാസ് മോർ ദാൻ 1 എലമെന്റ് എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ സെൻറ്റർ ഓഫ് ജി ഈസ് നോൺ ട്രിവിയൽ എന്ന് എഴുതാം. സെൻറ്റർ ഓഫ് ജി എല്ലായ്പ്പോഴും നോൺ ട്രിവിയൽ ആയിരിക്കും. ഇനി അടുത്ത റിസൾട്ട്, നാലാമത്തെ റിസൾട്ടായിട്ട് ഞാൻ പറയുന്നത് ജി ഓവർ സെഡ് ഓഫ് ജി സൈക്ലിക് ദെൻ ജി ഈസ് അബിലിയൻ. റിസൾട്ട് സ്റ്റേറ്റ് ചെയ്തത് ജി ഓവർ സെഡ് ഓഫ് ജി സൈക്ലിക് ആകുന്ന സമയത്ത് ഗ്രൂപ്പ് ആരായിട്ട് മാറും? അബിലിയൻ ആയിട്ട് മാറും. ഇവിടെ ഞാൻ 2 ഗ്രൂപ്പ്സിന്റെ ഫാക്ടർ ഗ്രൂപ്പാണ് എടുത്തത്. നമ്മൾ ജിയും എച്ചും 2 ഗ്രൂപ്പാണെന്ന് കരുതുക. ജി എന്നുള്ളത് ഒരു ഗ്രൂപ്പ്, എച്ച് എന്നുള്ളത് അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ജി ഓവർ എച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ഓഫ് ഓൾ ലെഫ്റ്റ് കോസെറ്റ്സ് ഓർ സെറ്റ് ഓഫ് ഓൾ റൈറ്റ് കോസെറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഡിനോട്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ ലെഫ്റ്റ് കോസെറ്റ്സ് അല്ലെങ്കിൽ റൈറ്റ് കോസെറ്റ്സ്, അതിൻ്റെ കളക്ഷനാണ് നമ്മൾ ഫാക്ടർ ഗ്രൂപ്പ് ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ ഫാക്ടർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഡെഫിനിഷൻ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു എച്ചിനൊരു പ്രത്യേകത ഉണ്ട്. എച്ച് എന്തായിരിക്കണം? എച്ച് ഈസ് ഓൾവേസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. എച്ച് ജിന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കണം എല്ലാ കേസിലും. എല്ലാ കേസിലും എച്ച് ജിന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജി ഓവർ എച്ച് എന്നുള്ള ഫാക്ടർ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് സെഡ് ഓഫ് ജിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സെഡ് ഓഫ് ജി എന്താണ്?
സെഡ് ഓഫ് ജിയിലുള്ള എല്ലാവരും പരസ്പരം കമ്മ്യൂട്ട് ചെയ്തോളും. കാരണം കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ കളക്ഷനാണ് നമ്മൾ എടുത്തത്. ദെർഫോർ സെഡ് ഓഫ് ജി ഈസ് ഓൾവേസ് അബിലിയൻ. സെഡ് ഓഫ് ജി എല്ലായ്പ്പോഴും അബിലിയൻ ആയിരിക്കും. ആൻഡ് ആൻ അബിലിയൻ ഗ്രൂപ്പ് ഈസ് ഓൾവേസ് നോർമൽ. ഒരു ഗ്രൂപ്പ് എബിലിയൻ ആണെങ്കിൽ അയാൾ എല്ലായ്പ്പോഴും നോർമൽ ആയിരിക്കും. അപ്പോൾ സെൻറ്റർ ഓഫ് ജി എന്നുള്ള ഗ്രൂപ്പ് സെഡ് ഓഫ് ജി ആരാണ്? എബിലിയൻ ആണ്, അയാൾ നോർമൽ ആണ്. ദെർഫോർ ജി ഓവർ സെഡ് ഓഫ് ജി എന്നുള്ള ഫാക്ടർ ഗ്രൂപ്പ് വെൽ ഡിഫൈൻഡ് ആണ്. ഇനി അടുത്തത് ജി ഓവർ സെഡ് ഓഫ് ജി സൈക്ലിക് ആണെങ്കിൽ ഗ്രൂപ്പ് എന്തായിട്ട് മാറും? എബിലിയൻ ആയിട്ട് മാറും. പിന്നീട് നമുക്ക് വേണ്ട ഒരു റിസൾട്ടാണ് ഗ്രൂപ്പിന്റെ ഓർഡർ ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ ഗ്രൂപ്പിന്റെ ഓർഡർ കാണാൻ വേണ്ടിയിട്ട് ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച് ചെയ്താൽ മതി. അത് ജി ഓവർ എച്ച് എന്നുള്ള ഫാക്ടർ ഗ്രൂപ്പിന്റെ ഓർഡർ കാണാൻ ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച് ചെയ്താൽ മതി. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇഫ് ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു പി, where p is a prime, then the group must be cyclic. എല്ലാ പ്രൈം ഓർഡറിലുള്ള ഗ്രൂപ്പും എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. ഇത്രയും റിസൾട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ ഫോർ അപ് ടു ഐസോമോർഫിസം എന്നുള്ള സെക്ഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം നിന്നാണ് വെരിഫൈ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ആരുണ്ട്? ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു 4 ആണ്. 4ന് എന്ത് ചെയ്യാം? 4 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ. 2 into 2 2 സ്ക്വയർ എന്ന് എഴുതാം. 2 ആരാ? ഒരു പ്രൈം നമ്പർ ആണ്. നമ്മുടെ മൂന്നാമത്തെ റിസൾട്ട് ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു പി പവർ കെ ആണെങ്കിൽ സെൻറ്റർ ഓഫ് ജി ഹാസ് മോർ ദാൻ 1 element. Will implies center of G has more than 1 element. സെൻറ്റർ ഓഫ് ജിയിൽ എന്തായാലും ഒന്ന് കൂടുതൽ ആൾക്കാരുണ്ടാവും. സെൻറ്റർ ഓഫ് ജി എല്ലായ്പ്പോഴും ജീൻ്റെ സബ് ഗ്രൂപ്പാണ്. സെക്കൻഡ് റിസൾട്ട് എന്താ പറയുന്നത്? ലഗ്രാഞ്ചസ് തിയറം. സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്തൊക്കെയാവാം? 1 ആവാം, 2 ആവാം, 4 ആവാം. 4നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് 1ഉം 2ഉം 4 ഉള്ളൂ. തേർഡ് റിസൾട്ട് പ്രകാരം സെൻറ്റർ ഓഫ് ജി എന്താവാൻ പറ്റൂല? 1 ആവാൻ പറ്റൂല. ഇനി ചാൻസസ് ഏതേ ഉള്ളൂ? സെൻറ്റർ ഓഫ് ജി ഒന്നിക്കലോ 2 ആവാം, സെൻറ്റർ ഓഫ് ജി ഒന്നിക്കലോ 4 ആവാം. സെൻറ്റർ ഓഫ് ജി 2 ആണെന്ന് അസ്യൂം ചെയ്യാം. ഇഫ് സെൻറ്റർ ഓഫ് ജി ഈസ് ഈക്വൽ ടു 2, സെൻറ്റർ ഓഫ് ജി ഈസ് ഈക്വൽ ടു 2 ആകുന്ന സമയത്ത് ഈ ഒരു റിസൾട്ട് നോക്കി, ജി ഓവർ സെഡ് ഓഫ് ജി, ജി ഓവർ സെഡ് ഓഫ് ജി എന്നുള്ള ആൾ ആരായിട്ട് മാറും? ജി ഓവർ സെഡ് ഓഫ് ജിയുടെ ഓർഡർ എന്താ വരിക? ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് ജി ഓവർ സെൻറ്റർ ഓഫ് ജി ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി വരും. ഏത് റിസൾട്ട് പ്രകാരം? ബൈ റിസൾട്ട് നമ്പർ 5. ഓർഡർ ഓഫ് ജി ആരാ? 4. ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി ആരാ? 2. 4 by 2 equal to 2, where 2 is a prime, and by 6, if order of G is a prime, then the group G must be cyclic. That means group ആരായിട്ട് മാറും? Cyclic ആയിട്ട് മാറും. G is cyclic will implies G is abelian. എല്ലാ സൈക്ലിക് ഗ്രൂപ്പുകളും അബിലിയൻ ആണ്. അതും കൂടി വേണമെങ്കിൽ റിസൾട്ട് നമ്പർ 7 ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം നമ്മൾ മെൻഷൻ ചെയ്യാത്ത ഒരു റിസൾട്ടാണ് എല്ലാ സൈക്ലിക് ഗ്രൂപ്പും അബിലിയൻ ആണ്. നമുക്ക് ഫെമിലിയർ ആണ്. ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആയിരിക്കാം, ഫെമിലിയർ അല്ലാത്ത റിസൾട്ടുകൾ ഉണ്ടാവാം. എന്തായാലും 7 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് ഇവിടെ മെൻഷൻ ചെയ്താൽ by 7 G is cyclic, then G is abelian. Therefore, if order of center of G is 2, order of center of G എന്താവാൻ പറ്റൂല? സെൻറ്റർ ഓഫ് ജിയുടെ ഓർഡർ 1 ആവാൻ പറ്റൂല. കാരണം ഗ്രൂപ്പിന്റെ ഓർഡർ 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ ആകുന്ന സമയത്ത് പി പവർ കെ എന്നുള്ള രൂപത്തിലാണ് ഡിവൈഡ് ചെയ്യല്ല. സെൻറ്റർ നോൺ ട്രിവിയൽ ആയിരിക്കും. 1 ആകാൻ കഴിയില്ല. അതേപോലെ സെൻറ്റർ ഓഫ് ജിയുടെ ഓർഡർ 2 ആകുന്ന സമയത്ത് ഗ്രൂപ്പ് ആരായിട്ട് മാറും? സൈക്ലിക് ആയിട്ട് മാറും. സൈക്ലിക് ആവുന്ന സമയത്ത് അബിലിയൻ ആയിട്ട് മാറും. നമ്മൾ നോൺ അബിലിയൻ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് സെൻറ്റർ ഓഫ് ജി, ജി നോൺ അബിലിയൻ ആവുന്ന രൂപത്തിൽ സെൻറ്റർ ഓഫ് ജി 2 വരുന്ന രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യൂല. ഇനി സെൻറ്റർ ഓഫ് ജിയുടെ ഓർഡർ 4 ആണെന്ന് പറഞ്ഞാൽ എന്താ വരിക? ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി ഈസ് ഈക്വൽ ടു 4, വിച്ച് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി. ഗ്രൂപ്പിന്റെ ഓർഡറിന് ഈക്വൽ ആണ്. സെൻറ്റർ ഓഫ് ജി ആരായിട്ട് മാറും? ജി ആയിട്ട് മാറും. സെൻറ്റർ ഓഫ് ജി ആണെന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ജി ഈസ് ഈക്വൽ ടു ജി വിൽ ഇംപ്ലൈസ്
G is abelian. അപ്പോൾ 3 കേസസ് ആണ് നമ്മളെ കയ്യിലുണ്ടായിരുന്നത്. 1, 2, 4. ഈ 3 നമ്പറെ ആരുടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ ആവുള്ളൂ? സെൻറ്റർ ഓഫ് ജിയുടെ ഓർഡർ ആവുള്ളൂ. അതിൽ 1 ആകുന്ന കേസിലും ഗ്രൂപ്പ് എബിലിയൻ 1 ആകൂല, കാരണം ഗ്രൂപ്പിൻ്റെ ഓർഡർ 2² ആകുന്ന സമയത്ത് പ്രൈം പവർ k ആണ്. 2 ആകുന്ന സമയത്ത് ഗ്രൂപ്പ് എബിലിയൻ ആണ്. 4 ആകുന്ന സമയത്തും ഗ്രൂപ്പ് എബിലിയൻ ആണ്. അതായത് ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? നോൺ എബിലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Therefore, the conclusion number 2 is there does not exist a non-abelian group of order 4. 4 ഓർഡറിൽ ഒരു നോൺ അബിലിയൻ ഗ്രൂപ്പും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് കൺക്ലൂഷൻ, ദ നമ്പർ ഓഫ് അബിലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 4 is 2. Therefore, our result, the number of groups of order 4 up to isomorphism is 2. The number of groups of order 4 up to isomorphism is 2, and these 2 groups must be abelian. One is Z4 and another one is Z2 cross Z2. നമ്മുടെ റിസൾട്ടായി നമ്മളുടെ ലെക്ചറിൻ്റെ എയിം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്. Z2 ക്രോസ് Z2 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാൾ എഴുതി, Z4 എന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾ എഴുതി. ഇവർ രണ്ടാൾക്കാരുമാണ് നമ്മുടെ ഡിസ്റ്റിങ്ക്റ്റ് നോൺ ഐസോമോർഫിക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു, ഓർഡർ 4 ഉള്ള. സാധാരണ ഓർഡർ 4 ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഫേമസ് ആയിട്ട് ഒരാളെ പറയാറുണ്ട് ക്ലെയിൻ 4 ഗ്രൂപ്പ് എന്ന്. പക്ഷേ ക്ലെയിൻ 4 ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് എഴുതാറ് V = EABC, എന്നിട്ട് നിരത്തിയിട്ട് ഇങ്ങനെയും കൂടി കണ്ട് എഴുതിയിട്ട് ഓപ്പറേഷൻ ടേബിളും കൊടുത്തിട്ട് EABC എന്ന് എഴുതും, EABC എന്ന് എഴുതും. അവരെന്ത് ചെയ്യും? ഇവിടെ ഒരു ഓപ്പറേഷൻ ടേബിൾ സാറ്റിസ്ഫൈ ചെയ്യണം. EA എല്ലാവരും ഏറ്റവും ഐഡൻറ്റിറ്റി ആവുന്ന രൂപത്തിൽ, A സ്ക്വയർ എന്താവുന്ന രൂപത്തിൽ E ആവും, B സ്ക്വയർ E ആവും, C സ്ക്വയറും E ആവുന്ന രൂപത്തിൽ ഒരാളെ നമ്മൾ ക്ലെയിൻ 4 ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4 എന്ന് പറഞ്ഞു കണ്ട് പഠിച്ചു. നമ്മളിവിടെ 2 ആൾക്കാരെ ഉള്ളൂ എന്ന് പറഞ്ഞു. അതായത് 2 ആൾക്കാരെ അപ് ടു 4 ഓർഡറിൽ അപ് ടു ഐസോമോർഫിസം 2 ആളെ ഉള്ളൂ എന്ന് പറഞ്ഞു. ദെൻ ദിസ് ഗ്രൂപ്പ് മസ്റ്റ് ബി ഐസോമോർഫിക് ടു വൺ ഓഫ് ദീസ് ഗ്രൂപ്പ്സ്. ക്ലെയിൻ 4 ഗ്രൂപ്പ് എന്നുള്ളത് ഏതോ ഒരു ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആണ്. ആരോടാണ് ഐസോമോർഫിക് എന്നുള്ളതും ആ ഒരു ഐസോമോർഫിക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1-1 on-to ഹോമോമോർഫിസം ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള 4 എലമെന്റ്സ് അവിടെയുള്ള 4 എലമെന്റ്സിലേക്ക് മാപ്പ് ചെയ്യുന്ന രൂപത്തിൽ ആ ഒരു ഐസോമോർഫിസം നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുക. ആരോടാണ് ഐസോമോർഫിസം എന്ന് നോക്കുക. ക്ലെയിൻ 4-ന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ക്ലെയിൻ 4 എന്നുള്ളത് ഫേമസ് ആയിട്ടുള്ള ഒരു കൗണ്ടർ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. നമ്മൾ 1 ഓർഡർ 2 ഓർഡർ 3 ഓർഡർ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്കാണ്ട് പോകുന്ന സമയത്ത് ആദ്യത്തിൽ ഒരു കൗണ്ടറായിട്ട് ക്ലെയിൻ 4ഉം പിന്നീട് അടുത്ത കൗണ്ടറായിട്ട് നമ്മൾ വേറൊരു ഗ്രൂപ്പിനെ പറയാറുണ്ട്. ജസ്റ്റ് ഏതാ ഗ്രൂപ്പ് എന്ന് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ക്ലെയിൻ 4 ഗ്രൂപ്പ് ഇതിനോട് ഏതിനോ ഒന്നിനോ ഐസോമോർഫിക് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആരോടാണ് ഐസോമോർഫിസം എന്ന് നിങ്ങൾ പറയുക. അതേപോലെ എന്ത് ചെയ്യുക, ആ ഐസോമോർഫിസം കൂടി ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യുക. പിന്നെ ആൻഡ് ഫൈനൽ റിസൾട്ട് ഈസ് റിസൾട്ട് നമ്പർ 4. ഇഫ് ഓർഡർ ഓഫ് G ഈസ് ഈക്വൽ ടു P സ്ക്വയർ. ഒന്ന് മുകളിലേക്ക് എഴുതുന്നുണ്ട്. ഓർഡർ ഓഫ് G P സ്ക്വയർ ആകുന്ന സമയത്ത് will implies G is abelian. P സ്ക്വയർ ഓർഡറിലുള്ള എല്ലാ ഗ്രൂപ്പും എന്തായിരിക്കും? അബിലിയൻ ആയിരിക്കും. ജസ്റ്റ് ഞാൻ 2 എന്നുള്ളതിന് പകരം നിങ്ങൾ 2 ഒന്ന് വായിച്ചിട്ട് 2 എന്നുള്ള സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? P എന്നുള്ള പ്രൈം കൊടുത്താൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടും. Therefore, we have concluded that the number of abelian groups of order 4 up to isomorphism is only 2, and these 2 groups must be abelian. അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റൊരു ലെക്ചറിൽ മറ്റൊരു സെഷനുമായിട്ട് കാണാം. ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.